വളാഞ്ചേരിയിലെ അനധികൃത കച്ചവടം പെരുകുന്നത് നിയമം പാലിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഭീഷണിയാകുന്നു. വളാഞ്ചേരി നഗരത്തിൽ അനധികൃത കച്ചവടങ്ങൾ വ്യാപകമാകുന്നു. സർക്കാർ ലൈസൻസും നഗരസഭ ആരോഗ്യ വകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഭീമമായ വാടകയും ജീവനക്കാർക്കുള്ള ശമ്പളവും നൽകി കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്കാണ് വളാഞ്ചേരിയിലെ അനധികൃത കച്ചവടങ്ങൾ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുന്നത്. കച്ചവടം ആദ്യം കാരണം വളരെയധികം സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ് വളാഞ്ചേരിയിൽ ഉള്ളത്. ഇത്തരം സന്ദർഭങ്ങളിലാണ് നഗരസഭ അനധികൃത കച്ചവടങ്ങൾക്ക് നേരെ കണ്ണടക്കുന്നത് എന്നാണ് ആരോപണം. നഗരസഭയുടെയോ ആരോഗ്യ വകുപ്പിന്റെയോ യാതൊരു നിർദ്ദേശങ്ങളും പാലിക്കാതെ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് നഗരത്തിലെ അനധികൃത കച്ചവടങ്ങൾ അരങ്ങ് തകർക്കുന്നത്. കോണിയൽ പാലത്തിന് സമീപത്തുള്ള ഭക്ഷണ വിൽപ്പനശാലയും വൈക്കത്തൂർ ജുമാ മസ്ജിദിന് എതിർവശത്തുള്ള തട്ടുകടയും നഗരസഭയുടെ ആരോഗ്യ വകുപ്പിന് തെല്ലും വകവെക്കാതെയാണ് പ്രവർത്തിച്ചു വരുന്നത്. അതേപോലെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സ്വരാജ് ലൈബ്രറി ഗതാഗത തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത പഴ കച്ചവടം നഗരസഭ ആരോഗ്യ വകുപ്പ് ബലം പ്രയോഗിച്ച് മാറ്റിയിരുന്നെങ്കിലും അതേ സ്ഥലത്ത് നഗരസഭയെയും ആരോഗ്യ വകുപ്പിനെയും വെല്ലുവിളിച്ച് വീണ്ടും കച്ചവടം തുടരുകയാണ്. ആരോഗ്യ വകുപ്പിനോടും നഗരസഭാ സെക്രട്ടറിയോടും പരാതി പറയുന്നുണ്ടെങ്കിലും അനധികൃത കച്ചവടക്കാരുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കുകയാണ് അധികൃതർ എന്നാണ് വളാഞ്ചേരിയിലെ വ്യാപാര സമൂഹത്തിന്റെ പരാതി. പ്രശ്നത്തെ ഗൗരവമായി സമീപിച്ച് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം.